എല്ലാ നീറ്റ് ആസ്പിരൻസിനും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളിൽ പലരും ചോദിച്ച ഒരു ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം തരാൻ പോകുന്നത്. സർ, 2022 നീറ്റിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏത് ബുക്ക് ഉപയോഗിച്ച് പഠിക്കണം? കാരണം ക്ലാസ്സസ് ഉണ്ടെങ്കിലും നമുക്ക് ബുക്ക് വേണമല്ലോ. അപ്പോൾ ഏത് ബുക്ക് ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം തരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഏതാണ്ട് 2 to 3 months എക്സാമിന് ബാക്കിയുള്ള സ്റ്റുഡൻസിനാണ് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് 1-2 വർഷം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല കേട്ടോ. ഓക്കെ, ശരി. അപ്പം വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര ബുക്കിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ. കാരണം നിങ്ങൾ ഏത് ബുക്ക് പഠിച്ചാലും വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് നമുക്ക് വളരെ ലോജിക്കലായിട്ട് ആലോചിക്കാം. നിങ്ങൾ ഈ ഒരു 2 മാസം കൊണ്ട് ഫിസിക്സ് ഫുള്ളൊരു ബുക്കിൽ നിന്ന് ഒരു വളരെ അടിപൊളി മെറ്റീരിയൽ നിങ്ങൾക്ക് ഞാൻ തന്നാലും അത് ഫുള്ള് പഠിച്ചെടുക്കാനുള്ള സമയമുണ്ടോ? ഒരു സംശയവും ഇല്ല, അതിനുള്ള സമയമില്ല. ഓക്കെ, അന്ന് വെച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് നീറ്റിന് വേണ്ടി പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങി എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങിയ ഒരു ബുക്ക് തന്നാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചാനലൈസ് ചെയ്യണം അല്ലേ? നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഈ അവസാന നിമിഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് മാത്രം പഠിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ബുക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പം ഒരു സംശയമില്ല, വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ആൻസറേ ഉള്ളൂ. പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ഓൾറെഡി നീറ്റ് പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് അനലൈസ് ചെയ്യുക. അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ അടുത്തുണ്ടാവേണ്ട ബുക്ക് എന്താണ്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്. ഓക്കെ, അതായത് നീറ്റ് പരീക്ഷകളിൽ ഓൾറെഡി ചോദിച്ച ഫിസിക്സിൻ്റെ ചോദ്യങ്ങൾ ഉള്ള, ഓക്കെ, ഫിസിക്സിൻ്റെ കെമിസ്ട്രി ബയോളജി എല്ലാം കൂടെയുള്ള ബുക്കാണ് അത്. അങ്ങനെ പ്രീവിയസ് ഇയർ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് വേണ്ടത്. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് എന്താണ് ഗുണം? വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. ഫിസിക്സിൻ്റെ ലോസ് ഓഫ് മോഷൻ ആണ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ആ ലോസ് ഓഫ് മോഷനിൽ നിന്ന് കഴിഞ്ഞ നീറ്റുകളിൽ PMTകളിൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ? ബാങ്കിങ് ഓഫ് റോഡ്സിന് ചോദ്യങ്ങൾ വരുമോ? അല്ലെങ്കിൽ പുള്ളി പ്രോബ്ലംസിന് ചോദ്യങ്ങൾ വരുമോ? ബ്ലോക്ക് ഓൺ ബ്ലോക്ക് പ്രോബ്ലംസ് നിന്നാണ് ചോദ്യം വരിക? അല്ല, ഇതൊന്നും അല്ല, വേറെ NCERTയിൽ കൊടുത്ത വേറെ തന്നെ എന്തോ ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരിക? ഫ്രിക്ഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് വരിക എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അതായത് നീറ്റ് പരീക്ഷയിൽ എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് വരിക എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഈ ബുക്ക് വേണം. ഇനി മനസ്സിലാക്കണമെങ്കിൽ മാത്രമല്ല, രണ്ടാമത്തെ അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ്? നിങ്ങൾക്ക് കുറച്ച് പ്രത്യേക ടോപ്പിക്സ് കിട്ടിയില്ലേ? ആ ടോപ്പിക്സ് ആയിരിക്കും നിങ്ങളുടെ ഇനി വരാമെന്ന് വർഷത്ത് വരാമെന്ന്. വളരെ സിമ്പിൾ. ഓക്കെ, നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്ന എക്സാമാണ്. വല്ലപ്പോഴും ചില ചാപ്റ്റേഴ്സിന് മാത്രം എന്താണെന്ന് ഡീവിയേഷൻ വരും. ഓക്കെ, അത് നമ്മൾ നോക്കിയിരുന്നൊരു കാര്യമില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അപ്പം നിങ്ങൾ ആ ചാപ്റ്ററിന് ഇന്ന ക്വസ്റ്റൻസ് ആണ് വരിക എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ക്വസ്റ്റൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. അതേ ക്വസ്റ്റൻസ് അല്ല, പക്ഷെ അതുപോലത്തെ ക്വസ്റ്റൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടോപ്പിക്സ് അങ്ങനത്തെ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ആ രീതിയിലുള്ള ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ മതി. അതല്ലാണ്ട് ഭയങ്കര വലിയ ക്വസ്റ്റൻസോ അതിൽ ലോവർ ലെവലുള്ള ക്വസ്റ്റൻസോ വെറുതെ NCERT ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമില്ല. നിങ്ങൾ ആ ക്വസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എങ്ങനത്തെ ക്വസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നിങ്ങൾ സ്വയം ഒരു ധാരണ ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടത്. ഓക്കെ, അത് എക്സാമിനറിന് വാങ്ങണം. നിങ്ങൾക്ക് എക്സാമിനറിന് വാങ്ങാം. താഴെയുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിനറിന് വാങ്ങാം. അത് ഏത് വാങ്ങിയാലും വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ മൂന്നാമത്തെ യൂട്ടിലിറ്റി എന്താണ്? ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് പഠിക്കാനും ഒരു കാര്യം. മൂന്നാമത്തെ യൂട്ടിലിറ്റി എന്താണ്? ഇതേ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. കാരണം ഇതുപോലത്തെ ക്വസ്റ്റൻസ് അതേപോലെ റിപ്പീറ്റഡ് ആയിരുന്നു. നിങ്ങൾ ചിലപ്പം നിങ്ങളൊരു ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചില ടൈപ്പ് ക്വസ്റ്റൻസ് നമ്പറൊക്കെ മാറ്റിയിട്ടോ അല്ലെ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിയിട്ട് വീണ്ടും പരീക്ഷ ചോദിക്കും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റൻസ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് അതിനെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചാപ്റ്ററിന് ഫസ്റ്റ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എവിടുന്നാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം തിരിച്ച് ഇതേ ബുക്കിലേക്ക് വന്നിട്ട് ആ ക്വസ്റ്റൻസ് മാക്സിമം ക്വസ്റ്റൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതോടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുന്നതോടെ തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ, ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ പഠിക്കുന്നത് ആ ചാപ്റ്റർ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തറോ. ഓക്കെ, ഒരു 90% ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും നീറ്റിൽ വരാൻ പോകുന്നു. ഒരു സംശയമില്ല. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ടോപ്പിക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും ചെയ്യണം അല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ക്രാഷ് കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് എക്സാമിനറിൻ്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, അത് വിഷയമുള്ള കാര്യമല്ല. എക്സാമിനറിൻ്റെ ആണെങ്കിൽ 100% എനിക്ക് ഉറപ്പിച്ച് പറയാം നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ഇയർ ബുക്ക് വെച്ചുമ്പോൾ ഞങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ക്രാഷ് കോഴ്സിനുള്ളിൽ. അപ്പം അത് വാങ്ങിച്ച് സൈഡിൽ വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് കണ്ടുപിടിച്ച് അത് എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടതെന്നും കറക്റ്റായിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും വളരെ കൃത്യമായുള്ള ധാരണയോടെയാണ് നമ്മൾ ക്രാഷ് കോഴ്സിൽ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ പോയി തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി എടുക്കുന്ന ടീച്ചേഴ്സിന് അറിയാം എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് വരാൻ പോകുന്നത്, എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആകെ എന്ത് ചെയ്താൽ മതി, ആ ക്രാഷ് കോഴ്സിൽ എടുക്കുന്ന ക്ലാസ് നിങ്ങൾ ആ ക്വസ്റ്റൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അതുകൂടാതെ എന്താണ്, എക്സാമിനറിന്റെ ടെസ്റ്റ് സീരീസ് ആണ്, MCQ ടെസ്റ്റ് സീരീസ്, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസ് ഉണ്ടല്ലോ, അതിലേക്ക് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് മതി, ധാരാളമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് അവിടെ കഴിയുന്നു. നിങ്ങൾ വേറെ ഏതെങ്കിലും ക്രാഷ് കോഴ്സിൽ എൻറോൾഡ് ആണെങ്കിൽ യു ക്യാൻ ഫോളോ ദാറ്റ്. അവർക്ക് എന്താണ് പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്ന ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ധാരാളമാണ്. കാരണം ആ എടുക്കുന്ന ടീച്ചേഴ്സിന് കറക്റ്റായിട്ട് ധാരണ ഉണ്ടാവും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലെറ്റ്സ് നിങ്ങൾ ക്രാഷ് കോഴ്സിലും അങ്ങനത്തെ ഒന്ന് കോഴ്സിലൊന്നും എൻറോൾഡ് അല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം പ്രീവിയസ് ഇയർ മാത്രം ചെയ്ത് പരീക്ഷയിൽ പോകാമെന്ന് പറഞ്ഞാൽ അതത്ര നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കില്ല. മോശമൊന്നും ഉണ്ടാവില്ല, 80% 70% ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത്ര നല്ല സ്ട്രാറ്റജി അല്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് വേണമെങ്കിൽ നിങ്ങൾ ഏത് ബുക്ക് ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അങ്ങനെ പ്രാക്ടീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ എക്സാമിനറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ വാങ്ങിക്കാം. എക്സാമിനറിന് വാങ്ങിക്കണം, ഇതവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 100% ഗ്യാരണ്ടീഡ് ആണ്, അടിപൊളി സാധനമാണ് കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ബുക്സാണ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ, എനിക്ക് ഇവരായിട്ട് കണക്ഷനും ഇല്ല. പക്ഷേ 2 ബുക്സ് എൻ്റെ റെക്കമെൻഡേഷനിൽ ഞാൻ തരും. അതിൽ ഒന്ന് ഒബ്ജക്റ്റീവ് ഫിസിക്സ്, നീറ്റിന് വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ് ഫിസിക്സ്, DC പാണ്ഡെ സാറിൻ്റെ ബുക്കാണ്. ഇത് 2 വോളിയം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വോളിയം 1 എന്ന് പറഞ്ഞാൽ +1 ക്ലാസ്സസ് ചാപ്റ്റേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി. വോളിയം 2 എന്ന് പറഞ്ഞാൽ +2 ചാപ്റ്റേഴ്സ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബുക്കാണ്, ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്, നല്ല ഹൈ ക്വാളിറ്റി പ്രോബ്ലംസ് ആണ്. നീറ്റിൽ വരുന്നതിനേക്കാളും കുറച്ച് ലെവൽ കൂടിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NCERT at your fingertips എന്ന് പറഞ്ഞാൽ MTG പബ്ലിക്കേഷൻ്റെ ബുക്ക് വാങ്ങാം. ഇതിലും നല്ല ക്വാളിറ്റി പ്രോബ്ലംസ് ഉണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ +1 +2 കൂടെ ഒരു ബുക്കിലേ വരിക. സോ ബേസിക്കലി ഇതിന് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ കോസ്റ്റ് ഉണ്ടാവും. അപ്പം പൈസ നിങ്ങൾക്ക് ഓവർ വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്ക് വാങ്ങുക. ഇതിൽ +1 +2 കൂടെ ചേർത്തിട്ടായിരിക്കും ക്വസ്റ്റൻസ് ഉണ്ടാവാം. തിയറി കുറച്ച് കുറവായിരിക്കും, പക്ഷേ ക്വസ്റ്റൻസ് ആവശ്യത്തിൽ കൂടുതലുണ്ടാവും. ഒരു സംശയമില്ല, ഈ 2 മാസം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുക്കിലുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. 100% ഗ്യാരണ്ടി ആണ് കേട്ടോ. അത്രയും ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റൻസിൻ്റെ കുറവ് ഒന്നിലുമില്ല. ഇതിലാവുമ്പം 2 വോളിയം ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി തിയറിയും പാട്ടും അങ്ങനെ ക്ലാരിഫിക്കേഷൻ കിട്ടും. പക്ഷേ ഒബ്വിയസ്ലി കുറേ സമയമൊന്നും ഇല്ല അതിൽ മൊത്തം തിയറി വായിച്ച് മൊത്തം ക്വസ്റ്റൻസ് വായിച്ച് പഠിക്കാനൊന്നും സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക്. എങ്കിലും നിങ്ങൾക്ക് ഒരു വലിയ ബുക്ക് വേണം, നല്ല പഠിക്കാനൊരു മോട്ടിവേഷൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബുക്ക് വാങ്ങാം. അതർവൈസ് ബോത്ത് ആർ ഈക്വലി ഗുഡ്. നിങ്ങൾ ഏത് വാങ്ങിച്ചാലും കുഴപ്പമില്ല. ദിസ് ഇസ് ഗിവൺ നിങ്ങൾ എന്താണ് ക്രാഷ് കോഴ്സിലൊന്ന് എൻറോൾ ചെയ്തില്ലെങ്കിൽ. ക്രാഷ് കോഴ്സിൽ എൻറോൾ ചെയ്ത സ്റ്റുഡൻസിന് ഇനി ബുക്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ബുക്ക് വേണം, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണം, ഒരു എക്സ്ട്രാ ബുക്ക് വേണം, നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമുണ്ട്, ക്രാഷ് കോഴ്സിലെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ബൈ ദിസ്. ഇത് മതിയാവും, ഈ ബുക്ക് വേണ്ട ആവശ്യമില്ല, ഇത് മതിയാവും. ഓക്കെ, NCERT at your fingertips നിങ്ങൾക്ക് വാങ്ങാം, ഓൺലൈനൊക്കെ പോയി വാങ്ങാവുന്ന കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 2 വാങ്ങണോ സാർ? ഒരു കാരണവശാൽ 2 വാങ്ങരുത്. അതിൻ്റെ ഒരു ആവശ്യമില്ല, അത് വേസ്റ്റ് ആയിരിക്കും, നിങ്ങളുടെ പൈസ വേസ്റ്റ് ആയപ്പോഴാണ്. 2 ബുക്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാനും പറ്റില്ല. ഒരു ബുക്ക് ചൂസ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് എന്തെങ്കിലും വാങ്ങാം കേട്ടോ. ഓക്കെ, അത് ഓൾറെഡി ക്രാഷ് കോഴ്സിൽ എക്സാമിനർ ക്രാഷ് കോഴ്സിൽ എൻറോൾഡ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇത് കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്തവർ അത് പർച്ചേസ് ചെയ്യുക, ഈ ബുക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്ക് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പർച്ചേസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല, ഓൺലൈനിലൊക്കെ കുറേ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഉണ്ടാവും, അതിന് സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾ ഒപ്പിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. വേറെ ഒരു ബുക്കും നിങ്ങൾക്ക് ആവശ്യമില്ല. വേറെ ഒരു ബുക്ക് തപ്പിപ്പോയിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ഈ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം പീരീഡിൽ. അപ്പം ഇൻ്റലിജൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഫിസിക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും, നല്ലൊരു മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നീറ്റിനെ പറ്റി ജനറൽ ആയിട്ട് എന്തെങ്കിലും എക്സാമിനറിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്, ക്ലാസ്സസും കുറേ ട്രിക്സും സ്ട്രാറ്റജിയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.